ബോംബെറിഞ്ഞ് പോലീസുകാരെ കൊല്ലാൻ നടത്തിയ ശ്രമത്തിന് വിചാരണ കോടതി 20 വർഷം 20 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട VK നിഷാദ്. ആ VK നിഷാദ് ആണ് ഈ ചിന്താ ജെറോമിന്റെ കൂടെ ഇത്തവണ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമിതി അംഗം. പോരെ, തൃപ്തിയായില്ല ഡിവൈഎഫ്ഐക്കാരി കേട്ട് കോൾമയർ കൊള്ളടോ നിങ്ങളുടെ ഈ പാർട്ടിയുടെ ഈ സംഘടനയുടെ സംസ്ഥാന സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട VK നിഷാദ് ആരാണ്? പോലീസുകാരെ ബോംബെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചതിന് 20 വർഷം തടവിന്, കഠിന തടവിന് 20 വർഷം. അക്കാലത്ത് ഭരിച്ചത് VD സതീശൻ അല്ല കേട്ടോ. ഇക്കഴിഞ്ഞ 3 മാസം കൊണ്ടല്ല കോടതി ഈ രീതിയിൽ ശിക്ഷിച്ചത്. പിണറായി വിജയൻ എല്ലാറ്റിനെയും കൈപ്പിടിയിൽ ഒതുക്കുന്ന പിണറായി വിജയൻ ഭരിച്ചിരുന്ന കാലത്താണ് VK നിഷാദിന് 20 വർഷത്തെ കഠിന തടവ് വിചാരണ കോടതി കൊടുത്തത്. ജയിലിലാണ്. അയാളാണ് സംഘടനയുടെ സംസ്ഥാന സമിതി അംഗം. അതിനെ ന്യായീകരിക്കുകയാണ് ചിന്താ ജെറോം. പറയുകയാണല്ലോ സമരത്തിൽ ഇതാണ് സമരം. ഡിവൈഎഫ്ഐയുടെ സമരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പോലീസുകാരെ ബോംബെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെ സമരം. ആണല്ലോ ഡിവൈഎഫ്ഐക്കാരി. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ ഡിവൈഎഫ്ഐയിൽ അംഗമാണ് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം പിടിച്ചു പോകുമ്പോ നിങ്ങൾ ഓർമ്മിക്കണം, നിങ്ങളുടെ സംഘടനയിൽ നിങ്ങളുടെ സംസ്ഥാന സമിതി അംഗം പോട്ടെ, നിങ്ങളുടെ പ്രസിഡന്റ് ഇമ്മാതിരി ഒരു സംസ്ഥാന എന്താ പറയാ പ്രസിഡന്റ് ആണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളത് അവിടെ കിടക്കട്ടെ. ആ സംസ്ഥാന സമിതി അംഗം ഏതായാലും ചിന്താ ജെറോം ആരെയും ബോംബെറിഞ്ഞ് കൊല്ലാനൊന്നും പോയിട്ടില്ല കേട്ടോ. ചിന്താ ജെറോം നമ്മുടെ അറിവില് ആരെയും ബോംബെറിഞ്ഞ് കൊല്ലാനൊന്നും പോയിട്ടില്ല. അത്രക്കും നല്ലത്. പക്ഷേ VK നിഷാദ് അയാളെ ന്യായീകരിക്കുകയാണ്. ആ ജയിൽവാസം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കാതിരിക്കാനുള്ള അയോഗ്യതയല്ലെന്നും ചിന്ത പറഞ്ഞു. ദേശാഭിമാനിയിലാണ് വാർത്ത. അതായത് VK നിഷാദ് എന്ന് പറയുന്ന 1 നമ്പർ ക്രിമിനലിനെ ഈ പറയുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാതിരിക്കാനുള്ള ഒരു കാരണവുമില്ല എന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത് ക്രിമിനലുകളുടെ പാർട്ടിയാണ് എന്നുകൂടി ചിന്താ ജെറോം പറഞ്ഞു വെക്കുകയാണ്. ഒരേ തൃപ്തിയായില്ലേ? ഇനിയും ഈ ഡിവൈഎഫ്ഐയിൽ നിങ്ങൾ അംഗമാണ് എങ്കിൽ എനിക്കൊന്നും പറയാനില്ല കേട്ടോ, ഒന്നും പറയാനില്ല. ഉളുപ്പ് വേണ്ടോ, ഉളുപ്പ് അത്രമാത്രം. പണ്ട് VS അച്യുതാനന്ദൻ പറഞ്ഞിരുന്നു, ഉളുപ്പ് വേണം, ഉളുപ്പ് കേട്ടോ. ദേശാഭിമാനിയുടെ 1-ാം പേജിൽ തന്നെ ആ വാർത്തയുണ്ട് കേട്ടോ. ചിന്താ ജെറോം പ്രസിഡന്റ്, M വിജിൻ സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ് ആവുന്ന ആദ്യ വനിത. അങ്ങനെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റായി ചിന്താ ജെറോം സ്ഥാനമേറ്റിരിക്കുന്നു. ഇന്ന് ഇറങ്ങിയ എല്ലാ പത്രങ്ങളിലും ചിന്താ ജെറോമിനെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകളാണ്. ഒരു മഹാസംഭവം നടന്നിരിക്കുന്നു. ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് ചിന്താ ജെറോം വരുന്നതോടുകൂടി കേരളത്തിലെ യുവാക്കളാകെ ത്രില്ലടിച്ചിരിക്കുകയാണ് എന്ന മട്ടിലാണ് വ്യത്യസ്തങ്ങളായ പത്രങ്ങൾ ചിന്താ ജെറോമിനെ അവതരിപ്പിക്കുന്നത് കേട്ടോ. ഏതായാലും ചിന്താ ജെറോമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി. നമ്മൾ പലപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു സ്വഭാവമുള്ളവരാണ്. കാരണം അത്രക്കും പുതിയ വിവരങ്ങൾ, പുതിയ വാർത്തകൾ ഇങ്ങനെ തള്ളിക്കേറി വരുമ്പോൾ പഴയ വാർത്തകളൊക്കെ നമ്മൾ എന്താ പറയുക മറവിയുടെ മാറാല കൂട്ടങ്ങൾക്കിടയിലേക്ക് അങ്ങോട്ട് അപ്രത്യക്ഷമാകുന്നു. പക്ഷെ ചിന്താ ജെറോമിന്റെ കാര്യത്തിൽ അങ്ങനെ ആയിക്കൂടാ. കാരണം ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏറെ പ്രതീക്ഷയുള്ള ഒരു യുവജന കൂട്ടായ്മയാണ്, യുവജന സംഘടനയാണ്. അതിൻ്റെ തലപ്പത്തേക്ക് വരുന്ന നേതാവ് ആദർശ ശുദ്ധിയും മറ്റ് യുവാക്കൾക്കെല്ലാം ഒരു റോൾ മോഡലും ആയിരിക്കണം. ആവണല്ലോ, അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അല്ലേ? ഇപ്പോൾ ഈ എൻ്റെ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ മിക്കവരും ഒരു കാലത്ത് ഡിവൈഎഫ്ഐയിലെ അംഗങ്ങളായിരിക്കാം, ഡിവൈഎഫ്ഐയിൽ ചേർന്ന് പ്രവർത്തിച്ചവരായിരിക്കാം. അപ്പൊ നമ്മളൊരു സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ ആരാണ് അതിന്റെ പ്രസിഡന്റ്, അല്ലേ? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ചിന്താ ജെറോം ആണ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ സംഘടനയോട് വിട പറയുകയാണ്.
ചിന്താ ജെറോം പ്രസിഡന്റായ ഒരു സംഘടനയിൽ അംഗമാവാൻ ഞങ്ങളെ കിട്ടില്ല, ഞങ്ങൾ അമ്മാതിരി മണുകുണാഞ്ചന്മാരല്ല എന്ന് നിങ്ങൾ പറയണ്ടേ? അല്ലേ? ചിന്താ ജെറോമിനെ കുറിച്ച് ഒന്ന്, എല്ലാ കാര്യങ്ങളിലും നമുക്ക് എല്ലാ അറിവുകളും ഉണ്ടായിരിക്കില്ല, അല്ലേ? നമുക്ക് പരിമിതമായ നമ്മുടെ അറിവുകളൊക്കെ പരിമിതമാണ്. നമ്മൾ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു മേഖലയെ കുറിച്ചുള്ള അത്യാവശ്യം നല്ല അറിവ് നമുക്കുണ്ടാവും എന്ന് വിചാരിച്ച് ലോകത്തിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ഈ അറിവില്ലായ്മ ഒരു അലങ്കാരമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്, അല്ലേ? അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അല്ലെങ്കിൽ തങ്ങളുടെ ഒരു പരിമിതിയാണ് എന്നാണല്ലോ നമ്മൾ പറയേണ്ടത്, അല്ലേ? എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് അറിയില്ല, അതെൻ്റെ ഒരു പരിമിതിയാണ് എന്നല്ലേ നമ്മൾ പറയേണ്ടത്. പക്ഷേ ചിന്താ ജെറോം പറയുന്നത് അല്ലെങ്കിൽ ചിന്താ ജെറോമിന്റെ പ്രവർത്തന ശൈലിയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഈ അറിവില്ലായ്മ എന്ന് പറയുന്നത് ഒരു അലങ്കാരമാണ്. ആ അലങ്കാരത്തിന്റെ പകിട്ടിലാണ് ചിന്താ ജെറോം ഈ കാലം അത്രയും അറിയപ്പെട്ടത്. അറിവില്ലായ്മ മാത്രമല്ല കേട്ടോ, അറിവില്ലായ്മ മാത്രമല്ല, അഹങ്കാരം, ആർത്തി, പിന്നെ അതൊക്കെ പിന്നെ CPM-ന്റെ കൂടപ്പിറപ്പുകളായതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, DYFIയുടെ സംസ്ഥാന പ്രസിഡന്റായി ചിന്താ ജെറോമിനെ ആണ് നിയമിക്കാൻ പോകുന്നത് എന്ന് നേരത്തെ തന്നെ വാർത്താ മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി, CPM-ന്റെ പാർട്ടി സെക്രട്ടറിയാണ് പ്രഖ്യാപിച്ചത്. CPM-ന്റെ പാർട്ടി സെക്രട്ടറിയാണ് പ്രഖ്യാപിച്ചത് ചിന്താ ജെറോം ആയിരിക്കും പ്രസിഡന്റ് എന്നുള്ളത് നേരത്തെ തന്നെ ഇവരുടെ തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിന് പിന്നിൽ ആരായിരുന്നു എന്ന് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോഴാണ് നമ്മൾ ആരിലേക്ക് എത്തുന്നത്? പിണറായി വിജയന്റെ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനിലേക്ക് എത്തുന്നത്. വീണ വിജയന്റെ ഏറ്റവും അടുപ്പക്കാരിയാണ് ചിന്താ ജെറോം. പിന്നെ പറയേണ്ടതില്ലല്ലോ. ആലചാരിയാൽ ചാണകം മണക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വീണയെ ചാരിയാൽ ബാക്കി ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ വീണയുടെ പ്രത്യേക താല്പര്യമനുസരിച്ച് DYFIയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ആരെ തന്നെ വേണം? ചിന്താ ജെറോമിനെ തന്നെ വേണം എന്ന് വീണ ആവശ്യപ്പെട്ടപ്പോൾ അപ്പം ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ എല്ലാ തോന്നിയാസങ്ങൾക്കും എല്ലാ തെമ്മാടിത്തങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന അപ്പം ഗോവിന്ദൻ ഇപ്പം പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തങ്ങൾക്കും കൂട്ടുനിൽക്കുക കൂടി ചെയ്യുമ്പോ ശരി എന്നാലാവട്ടെ, അങ്ങനെ ചിന്താ ജെറോമിനെ പ്രസിഡന്റ് ആക്കി. ഈ ചിന്താ ജെറോമിനെ കുറിച്ച് കേൾക്കുമ്പോൾ പറഞ്ഞാൽ തീരില്ല. ചിന്താ ജെറോമിനെ കുറിച്ച് പറഞ്ഞു തീരില്ല നമ്മൾ. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു 3-4 ചിന്താ ജെറോമിനെ കുറിച്ച് അല്ലെങ്കിൽ ചിന്താ ജെറോം എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ചില ചിത്രങ്ങളുണ്ട്, ചില വാർത്തകളുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കേട്ടോ. അതല്ലാതെ ചിന്താ ജെറോമിനെ അപകീർത്തിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം എനിക്കില്ല. കാരണം അപകീർത്തിപ്പെടുത്താനൊന്നും ഇല്ല. കാരണം കീർത്തി ഉണ്ടെങ്കിലല്ലേ അപകീർത്തിപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പൊ ചിന്താ ജെറോമിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഏറ്റവും പുതിയ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ഒരു മുദ്രാവാക്യം വിളിയാണ്. അങ്ങനെ ഈ ഒരു മുദ്രാവാക്യം വിളിയോടെ മാത്രമേ നമുക്ക് ചിന്താ ജെറോമിനെ കുറിച്ച് പറഞ്ഞു തുടക്കാനാവൂ. അച്ഛനില്ലാ നേരത്ത് അമ്മക്കുണ്ടായ പട്ടികളെ എന്ന് രഹസ്യമായിട്ടല്ല കേട്ടോ, തെരുവിലൂടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നീങ്ങിയ ചിന്തയെ നമ്മൾ ഒരിക്കലും മറക്കില്ല. നമ്മൾ കേട്ട് ഞെട്ടിയ മുദ്രാവാക്യമാണ്. ആ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. അച്ഛനില്ലാ നേരത്ത് അമ്മക്കുണ്ടായ പട്ടികളെ എന്ന് വിളിക്കുന്ന ചിന്താ ജെറോമാണ് DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ്. ഉളുപ്പുണ്ടോ DYFIക്കാരെ? DYFI അംഗങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ നേതാവ് തെരുവിലൂടെ അമ്മക്കുണ്ടായ പട്ടികളെ അച്ഛനില്ലാ നേരത്ത് അമ്മക്കുണ്ടായ പട്ടികളെ എന്ന് വിളിച്ചു പോയ നേതാവാണ് ഞങ്ങളുടെ പ്രസിഡന്റ് എന്നാണോ DYFIക്കാരി നിങ്ങൾ പറയുന്നത്? ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ചിന്താ ജെറോമിന്റെ ഒരു അറിവില്ലായ്മയാണ്, മൂഢത്വമാണ്. ആ മൂഢത്വം പൊളിച്ചത് വൈശാഖ് തമ്പിയെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം.
വൈശാഖ് തമ്പി ശാസ്ത്രീയ വിഷയങ്ങളെക്കുറിച്ച് നിരവധിയായ വീഡിയോകൾ ചെയ്ത വൈശാഖ് തമ്പിയാണ് ചിന്താ ജെറോമിന്റെ ഇതൊക്കെ പ്രസംഗമാണ് കേട്ടോ. ചിന്താ ജെറോമിന്റെ ആദ്യത്തെ മുദ്രാവാക്യം. ഇനി രണ്ടാമത്തെ കാര്യമാണ്, ചിന്താ ജെറോം ഒരിക്കൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട് കേട്ടോ. ആ പ്രസംഗം ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കേൾപ്പിക്കാം. ചന്ദ്രനിൽ പോയ ചന്ദ്രഗവേഷകർ ചന്ദ്രനിൽ കാലുകുത്തിയ സമയത്ത് ഭൂമിയിൽ അവർക്ക് ആകെ കാണാൻ കഴിഞ്ഞ മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തു എന്ന് പറയുന്നത് ചൈനയിലെ വൻമതിലായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഏക മനുഷ്യനിർമ്മിത വസ്തു ചൈനയിലെ വൻമതിൽ. ഓക്കെ, ചൈനയിലെ വൻമതിലാണ്. ഇത് കേട്ടില്ലാത്ത ആരും ഇവിടെ ഉണ്ടാവുന്ന എനിക്ക്. അതായത് വൈശാഖ് തമ്പി അത് സംബന്ധിച്ച് നൽകുന്ന ഒരു വീഡിയോ പ്രസന്റേഷൻ ആണ് തുടർന്ന് കൊണ്ട് വരുന്നത്. ഇതില് ചിന്ത പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അതായത് ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ താഴോട്ട് നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റുന്ന ഭൂമിയിലെ ഏക മനുഷ്യനിർമ്മിത വസ്തു ചൈനയിലെ വൻമതിലാണ് എന്നാണ് ചിന്ത തട്ടിവിടുന്നത്. ചിന്തയുടെ അപ്പം മനസ്സിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചൈനയിലെ വൻമതിൽ നിർമ്മിച്ചത് സഖാക്കളാണ് എന്നാണ് ചിന്ത പറഞ്ഞുകൊണ്ട് വരുന്നത്. ഒരുപക്ഷെ ഈ പ്രസംഗത്തിന് ശേഷമോ അതിന്റെ മുമ്പോ പറഞ്ഞിട്ടുണ്ടാവാം, എനിക്കറിയില്ല. ഞാൻ ആ പ്രസംഗം മുഴുവനായി കേട്ടിട്ടില്ല. അപ്പൊ എന്തായാലും ചൈനയിലെ, അതായത് ചന്ദ്രനിൽ നിന്ന് നോക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ചന്ദ്രനിൽ ഇറങ്ങിയ ആൾക്കാരൊക്കെ പറയുന്നത് ഞങ്ങൾ താഴോട്ട് നോക്കിയപ്പോൾ ഭൂമി കണ്ടു, ആ ഭൂമിയിൽ മനുഷ്യനിർമ്മിതമായ ഒരേ ഒരു വസ്തുവെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ, അത് ചൈനയിലെ വൻമതിലാണ് എന്നൊക്കെ ഊറ്റം കൊള്ളണമെങ്കിൽ ചിന്ത അതിനുശേഷമോ അതിന് ആദ്യമോ പറഞ്ഞിട്ടുണ്ടാവും ആ വൻമതിൽ നിർമ്മിച്ചത് നമ്മൾ സഖാക്കളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഡിവൈഎഫ്ഐക്കാരാണ് എന്ന് കൂടി ചിലപ്പോൾ ചിന്ത പറഞ്ഞിട്ടുണ്ടാവും. ചിന്തയാണല്ലോ അത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഏതായാലും വൈശാഖ് തമ്പി പറയുന്നത് എന്താ അറിയൂ, ചൈനയിലെ വൻമതില് അതായത് ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് സാധാരണ അതിന്റെ ഭ്രമണപഥം എന്ന് പറയുന്നത് ഏതാണ്ട് 400 കിലോമീറ്റർ, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 400 കിലോമീറ്റർ അകലെ കൂടിയാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് കൃത്രിമ ഉപഗ്രഹങ്ങൾ കറങ്ങുക. ആ ഉപഗ്രഹങ്ങൾ നൽകിയ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് വൈശാഖ് തമ്പി പറയുന്നത്. ആ ഫോട്ടോയിൽ, അതായത് 400 കിലോമീറ്റർ അകലെ വെച്ച് എടുത്ത ഒരു ഫോട്ടോയിൽ നിങ്ങൾക്കൊരു വര കാണാം. പക്ഷെ അത് ചൈനയിലെ വൻമതിലല്ല, അത് അവിടുത്തെ ഏറ്റവും വലിയൊരു നദിയാണ്. അതിന് കുറുകെയാണ് എന്തുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ആ നദിയുടെ ഒരു ഡയറക്ഷനിൽ നിന്ന് എതിർ ഡയറക്ഷനിലാണ് വൻമതിലുള്ളത്. ആ വൻമതിൽ 400 കിലോമീറ്റർ അങ്ങേപ്പുറത്ത് നിന്നുള്ള ഒരു ഏറ്റവും എന്താ പറയാ ശക്തിയാർജിച്ച ഒരു ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്താൽ പോലും നിങ്ങൾക്കത് കാണില്ല. ചന്ദ്രൻ എവിടെയാണ് കിടക്കുന്നത്? ചന്ദ്രൻ 4 ലക്ഷം കിലോമീറ്റർക്കപ്പുറമാണ്. ചന്ദ്രൻ കിടക്കുന്നത് 4 ലക്ഷം കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് നോക്കുമ്പോ എന്താ പറയാ, ഭൂമിയിലെ മനുഷ്യനിർമ്മിത വസ്തുവായ ചൈനയിലെ വൻമതിൽ കാണുന്നു എന്ന് ഒരു എളുപ്പമില്ലാതെ തട്ടിവിട്ട ചിന്താ ജെറോമിനെ കൂടി എന്റെ പ്രിയപ്പെട്ട ഡിവൈഎഫ്കാരാ നിങ്ങൾ ഓർമ്മിക്കണം. ഇങ്ങനെയുള്ള ഒരു വിഡ്ഢികൂസ്മാണ്ടത്തെ നിങ്ങളുടെ നേതാവായിരിക്കുമ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിൽ തുടരാൻ പറ്റുക? ഇനി മറ്റൊന്ന്, മൂന്നാമത്തെ കാര്യം, ഇവരുടെ പ്രബന്ധം പറയണല്ലോ. ഇവര് ഡോക്ടറേറ്റ് കിട്ടിയെന്നാ പറയുന്നത്. ഡോക്ടറേറ്റ് കിട്ടി. ആ ഡോക്ടറേറ്റ് കോപ്പി അടിച്ച ഡോക്ടറാണ് എന്ന് പറയാൻ ഏറ്റവും അപമാനകരമായ ഡോക്ടറേറ്റിന്റെ ഉടമയാണ് ചിന്താ ജെറോം, അല്ലേ? വാഴക്കുല. ഇവരെ കേൾക്കുമ്പോഴത്തേക്ക് ഇവരെ പറ്റി പറയുന്നതാണ് വാഴക്കുല ചങ്ങമ്പുഴയുടേതാണ്, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടേതാണ് വാഴക്കുല എന്ന് പറയുന്ന കവിത എന്നറിയാത്ത കൊച്ചുകുട്ടികൾ പോലും ഉണ്ടാവില്ല എന്ന് എപ്പോഴാണ് ഗവേഷണ പ്രബന്ധത്തിൽ ഈ മുതല് എഴുതി വച്ചിരിക്കുകയാണ്. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ, വൈലോപ്പിള്ളി എന്നുകൂടിയല്ല, വെള്ളാപ്പള്ളി എന്ന് എഴുതാഞ്ഞത് എന്തോ മഹാഭാഗ്യം, വെള്ളാപ്പള്ളി എന്ന് എഴുതാത്തത് എന്തോ മഹാഭാഗ്യം എന്നേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. വൈലോപ്പള്ളി ശ്രീധരമേനോനാണത്രേ വാഴക്കുല എഴുതിയത്. ആ ഗവേഷണ പ്രബന്ധം മുഴുവൻ കോപ്പി അടിച്ചതാണ് എന്ന് പിന്നീട് തെളിഞ്ഞു. അങ്ങനെ ഗവേഷണം പ്രബന്ധം കൂടി കോപ്പിയടിച്ച് തട്ടിപ്പ് ഡോക്ടറേറ്റ് നേടിയ ഒരു നേതാവ്. എടോ ഡിവൈഎഫ്ഐക്കാരി, ഇനിയും നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിൽ തുടരണം. കഴിഞ്ഞില്ല. നാലാമത്തെ ഒരു കാര്യം, ഇവര് യുവജന കമ്മീഷൻ അധ്യക്ഷയായിരുന്നു, അല്ലേ?
2017 ശരിക്കും 2016 ഒക്ടോബറിൽ 2016 പ്രാധാന്യം അറിയാലോ. 2016 പിണറായി വിജയൻ ഈ സംസ്ഥാനത്ത് അധികാരമേറ്റപ്പോ പിണറായി വിജയന്റെ മകളുടെ ഉറ്റ കൂട്ടുകാരിയായ ചിന്താ ജെറോമിനെ യുവജന കമ്മീഷൻ അധ്യക്ഷയാക്കി. 2016 ഒക്ടോബർ അവസാനത്തിലാണ് ഇവരെ നിയമിക്കുന്നത്. 2017 ജനുവരിയിലാണ് ഇത് സംബന്ധിച്ച ഉത്തരവ്, അതായത് ഇവരുടെ ശമ്പളം നിർണയിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് വരുന്നത് 2017 ജനുവരിയിലാണ് കേട്ടോ. ആ 2017 ജനുവരിയിൽ ഇവരുടെ ശമ്പളം 2017 അതായത് 10 വർഷം മുമ്പ് ഇവരുടെ ശമ്പളം 50,000 രൂപ. എത്രയാണ്? 50,000 രൂപ ശമ്പളം മാത്രമാണ്. ബാക്കി അലവൻസുകൾ വേറെ കുറെ ഉണ്ട്. 1-2 ലക്ഷം രൂപ അലവൻസ് ആയി കിട്ടും. അതല്ലാതെ ശമ്പളം 50,000 രൂപയാക്കി നിശ്ചയിച്ചു 2017. അതൊക്കെ കഴിഞ്ഞിട്ട് 2018 മെയ് മാസത്തിൽ ഇവരുടെ നിരന്തരമായ അഭ്യർത്ഥനയെ തുടർന്ന് ശമ്പളം വർദ്ധിപ്പിച്ചു. അപ്പം 2018 മെയ്യിൽ ഇവരെ 50,000 രൂപ ശമ്പളത്തിൽ നിയമിച്ചുകൊണ്ടുള്ള ആ ഉത്തരവ് വരുന്നത് 2017 ജനുവരിയിലാണ്. 2017 ജനുവരി കഴിഞ്ഞിട്ട് 2018 മെയ്യിൽ ഇവരുടെ ശല്യം സഹിക്കവയ്യാതെ ഇവരുടെ ശമ്പളം 50,000 എന്നുള്ളത് എത്രയോ ഉയർത്തി. 5,000 എന്നല്ല, 50,000 എന്നുള്ളത് 1 ലക്ഷം. എത്ര? 1 ലക്ഷം രൂപയായാണ്ട് ഉയർത്തി കൊടുത്തു. അതും നമുക്ക് സഹിക്കാം. ഈ മുതലെന്താ ചെയ്തു അറിയോ? അത് കഴിഞ്ഞിട്ട് ഒരു 5-6 കൊല്ലാണ്ട് കഴിഞ്ഞപ്പോൾ 2023 അത് കഴിഞ്ഞിട്ട് നിരന്തരം ഇവര് എഴുതിക്കൊണ്ടിരുന്നു, എനിക്ക് ശമ്പള കുടിശ്ശിക വേണം. ഇതെന്തപ്പ ശമ്പള കുടിശ്ശിക? ഇവരുടെ ശമ്പളം ഉയർത്തിയത് 2018 അപ്പോൾ ചിന്താ ജെറോമിന്റെ ആവശ്യം, എന്നെ നിയമിച്ചത് 2017 2017 എന്റെ ശമ്പളം 50,000 രൂപ എന്നാക്കിയത്. നിങ്ങൾ ശമ്പളം വർദ്ധിപ്പിച്ചത് 2018 മെയ്യിലല്ലേ ശമ്പളം വർദ്ധിപ്പിച്ചത്? എനിക്ക് തുടക്കത്തിലുള്ള എന്നെ 50,000 രൂപക്ക് നിയമിച്ച കാലം മുതൽ തന്നെ എനിക്ക് 1 ലക്ഷം രൂപ ശമ്പളം തരണം തന്നെ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നിരന്തരം കത്തെഴുതി. അന്ന് എം ശിവശങ്കറാണ് ഈ യുവജന കമ്മീഷന്റെ സെക്രട്ടറി. ശിവശങ്കർ ഇത് റിജക്ട് ചെയ്തു. ഇതെന്ത് ഏർപ്പാടാണ്? ഒരാളെ നിയമിച്ചു, 2017 ജനുവരിയിൽ നിയമിച്ചു, അന്ന് ശമ്പളം 50,000. പിന്നീട് 2018 ആക്കിയപ്പോൾ ഒരു 50,000 എന്നുള്ളത് 1 ലക്ഷം ആയിട്ട് ഉയർത്തി കൊടുത്തു. അപ്പൊ 2018 മെയ്ക്ക് ശേഷം 1 ലക്ഷം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ മുതല്. അപ്പോഴാണ് ആർത്തിപ്പണ്ടാരം പറയുന്നത് അത് പോരാ, 2017 ജനുവരി മുതൽക്ക് തന്നെയുള്ള എത്ര കിട്ടണം? 1 ലക്ഷം കിട്ടണം. ഇവര് വീണ്ടും കത്തെഴുതി. വീണയുടെ ശുപാർശ അവസാനം ധനകാര്യ വകുപ്പ് പാസ്സാക്കി കൊടുത്തു. എത്ര? 16.5 ലക്ഷം രൂപ പാസ്സാക്കി കൊടുത്തു. അതായത് 2017 ജനുവരി മുതൽ 2018 മെയ് വരെയുള്ള ഒരവകാശവുമില്ലാത്ത ഈ പൈസ 16.5 ലക്ഷം രൂപ. അക്കാലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് 2023 വരുന്നത്. 2023 ഈ ഒരു ഉത്തരവ് വരുന്നത്, ഇവർക്ക് ഈ കുടിശ്ശിക. അപ്പം ഇത് ഭയങ്കര വിവാദമാവാൻ കാരണം എന്താണ്? 2023 ഭയങ്കര സാമ്പത്തിക ഞെരുക്കാണ്. ഇവിടെ കുട്ടികൾക്ക് സ്കൂളിൽ പാല് വാങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ ഇവരുടെ സ്കോളർഷിപ്പ് കൊടുക്കാനോ എന്ന് പറഞ്ഞാൽ, അരിവെപ്പുകാർക്ക് കൊടുക്കാനുള്ള പൈസ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയന്തരമായി കൊടുക്കാനുള്ള പൈസ പോലും സർക്കാരിന്റെ കയ്യിലില്ല. അങ്ങനെ വീർപ്പ് മുട്ടുമ്പോഴാണ് ചിന്താ ജെറോമിന് 16 ലക്ഷം രൂപയാണ് അനുവദിച്ചു കൊടുക്കുന്നത്. അത് ഭയങ്കര വിവാദമായി ആ കാലത്ത് 2023. അപ്പോൾ ജോയ് മാത്യു ഉണ്ടല്ലോ, നമ്മുടെ അഭിനേതാവും ചലച്ചിത്ര സംവിധായകനും നാടക പ്രതിഭയുമായ ജോയ് മാത്യു അപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരുന്നത് അത് എപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട് കേട്ടോ. അപ്പം ജോയ് മാത്യു പറയുന്നത് അറിയോ? കുട്ടികളെ എല്ലാവരും ആരെ കണ്ടുപിടിക്കുക? ചിന്താ ജെറോമിനെ കണ്ടുപഠിക്കുക. നിങ്ങൾ വെറുതെ പഠിച്ച് കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ വല്ല ഗ്രേഡോ അല്ല അമ്മായി സാധനങ്ങൾക്കും വേണ്ട, നിങ്ങൾ എങ്ങനെങ്കിലും യുവജന കമ്മീഷന്റെ അധ്യക്ഷയാവാൻ വേണ്ടി പരിശ്രമിക്കൂ എന്ന് ജോയ് മാത്യു ഒരു പരിഹാസ പോസ്റ്റ് ഇട്ട് കേട്ടോ. കുട്ടികളെ, നിങ്ങൾ ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ട പ്രതിഭകളൊന്നും ആവാൻ ശ്രമിക്കണ്ട. നിങ്ങൾ ആരാവാൻ ശ്രമിക്കണം? നിങ്ങൾ യുവജന കമ്മീഷന്റെ അധ്യക്ഷയാവാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് പറഞ്ഞ പൈസ നിങ്ങളെ ശമ്പളം ഇരട്ടിയാക്കും. നിങ്ങൾ ജനിച്ച ദിവസം മുതലുള്ള ശമ്പള കുടിശ്ശിക തരണം, ഒക്കെ തരും. നിങ്ങൾ ആരായ മതി? നിങ്ങൾ യുവജന കമ്മീഷന്റെ അധ്യക്ഷയായ മതി. മാത്രമല്ല, കാരണഭൂതത്തിന്റെ മോളുടെ ഉറ്റ ചങ്ങാഴ്ച കൂടി ആയാൽ
കുശാലായി. നിങ്ങൾ ആലോചിച്ചുകൂടെ, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ അപഹാസ്യയായ ആർത്തിപ്പണ്ടാരം ആരെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നിരവധി തെളിവുകളാണ്. ഞാൻ കള്ളക്കഥ പറയല്ല. 2023 പത്രമാധ്യമ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ഇതൊക്കെ കാണാം. ദിവസങ്ങളോളം എന്നിട്ട് ഈ മുതൽ പറഞ്ഞു ഞാൻ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. അവരുടെ കത്തുകൾ ഇവര് നിരന്തരം ആവശ്യപ്പെട്ടതിന്റെ കത്തുകൾ പൊതുമണ്ഡലത്തിലെത്തി. കള്ളത്തരം പറഞ്ഞു. കഴിഞ്ഞില്ല കൂട്ടരെ, കഴിഞ്ഞില്ല. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. ഒരൊറ്റ കാര്യം കൂടി. ഇവരെ ഒരു ഒന്നര വർഷം ഇവര് തങ്കശ്ശേരിയിൽ, അതായത് കൊല്ലത്താണല്ലോ ഇവര്, തങ്കശ്ശേരിയിലെ ഒരു 4 സ്റ്റാർ റിസോർട്ടിലായിരുന്നു 1.5 വർഷം ചിന്താ ജെറോം താമസിച്ചിരുന്നത്. ഞെട്ടിയോ? ഒരു ദിവസത്തെ വാടക 6500 രൂപ. ഒരു ദിവസത്തെ വാടക 6500 രൂപ എന്ന് പറഞ്ഞാൽ ഒരു മാസം എത്ര? 2 ലക്ഷം രൂപ. ഒരു മാസം 2 ലക്ഷം രൂപ വാടക കൊടുത്ത് ഒരു 4 സ്റ്റാർ റിസോർട്ടിലായിരുന്നു 1.5 വർഷം ചിന്താ ജെറോം താമസിച്ചിരുന്നത് അമ്മയുടെ കൂടെ. എന്താ കാരണം പറഞ്ഞെന്നറിയോ? അമ്മക്ക് വയസ്സായി, വീട്ടില് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. വീട്ടിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്തത് കൊണ്ട് ദിവസം 6500 രൂപ വാടകക്ക് തങ്കശ്ശേരിയിലെ 4 സ്റ്റാർ റിസോർട്ടിൽ താമസിച്ച ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരി ആര്? ചിന്താ ജെറോം. പിന്നെ നമുക്ക് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷയാക്കണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഇമാതിരി എനിക്ക് തോന്നുന്നത് വീണ വിജയന്റെ തട്ടിപ്പുമായി കമ്പയർ ചെയ്യുമ്പോഴേ വീണ വിജയന് പിന്നെ അച്ഛൻ മുഖ്യമന്ത്രി എന്നൊക്കെയുള്ള പ്രത്യേക പരിഗണന കൊണ്ട് വീണ വിജയൻ ഇമാതിരി കൈവിട്ട കളിയൊക്കെ കളിച്ചെന്ന് വിചാരിക്കാം. ഒരു പാവപ്പെട്ട അധ്യാപക ദമ്പതികളുടെ മകളായ ഈ പറയുന്ന ചിന്താ ജെറോമിന്, എന്നിട്ടും ചിന്താ ജെറോം ഇമാതിരി കളികളാ കളിച്ചത്. ചോദിച്ചപ്പോ അവസാനം ഇത് വിവാദമായപ്പോ ചിന്താ ജെറോം പറഞ്ഞു, അല്ല 20,000 രൂപയെ മാസമുള്ളൂ, 2 ലക്ഷം ഒന്നുമില്ല, ഞാൻ മാസം 20,000 രൂപയെ കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെയും അഴിമതി. ഒരു 4 സ്റ്റാർ റിസോർട്ടിൽ ചിന്താ ജെറോം കുടുംബസമേതം താമസിക്കുമ്പോ മാസം 20,000 രൂപ വാങ്ങിയാൽ മതിയോ? അവിടുത്തെ റേറ്റ് ഒരു ദിവസം 6500 ആണല്ലോ. എന്താ ചിന്താ ജെറോമിന് എന്താ സൗജന്യം? എന്ത് ബേസിൽ സൗജന്യം കൊടുത്തു? ചിന്താ ജെറോമിന് പിന്നെ ഉത്തരം മുട്ടി. അക്കാലത്തെ ചിന്താ ജെറോമിന്റെ ഷാജൻ സ്കറിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിൽ പറയുന്നത് എന്താ പറയാ, ഒരു പ്രത്യേക ബ്രാൻഡുള്ള വസ്ത്രങ്ങൾ മാത്രമേ ഇവർ ധരിക്കുള്ളൂ. ഇവരുടെ കയ്യിലുള്ള ഐഫോൺ, അതിന്റെ വില അന്ന് തന്നെ 1.5 ലക്ഷം രൂപയാണ്. ഇവര് ഒരു അധ്യാപക ദമ്പതികളുടെ മകളാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ യുവജന കമ്മീഷന് കിട്ടുന്ന ഈ പിന്നെ മറ്റു തരത്തിലുള്ള അലവൻസുകളൊക്കെ ഉണ്ടല്ലോ. അതായത് ഇപ്പൊ ശമ്പളം എന്ന് പറഞ്ഞാണ് 1 ലക്ഷം. 1 ലക്ഷം ശമ്പളം ആകുമ്പം പിന്നെ പെട്രോൾ അടിക്കാനുള്ള പൈസ, പിന്നെ ഫോണിന്റെ പൈസ, അങ്ങനെ നിരവധിയായ മറ്റ് അലവൻസുകളൊക്കെ കിട്ടുമായിരിക്കും. എന്ത് കിട്ടിയാലും നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു മാസം താമസിക്കാൻ എത്രയാണ്? 2 ലക്ഷം വാടക, 2 ലക്ഷം. കയ്യിൽ ഐഫോണ്, ഇവർ ഉപയോഗിക്കുന്ന ബ്രാൻഡഡ് വസ്ത്രങ്ങള്. ഇനിയും കേൾക്കണോ ചിന്താ ജെറോമിനെ കുറിച്ചുള്ള വാഴ്ത്തുപാട്ടുകൾ? ഇവർ ചെയ്ത ഒരൊറ്റ കാര്യം കൂടി ഇതിൽ പറഞ്ഞേക്കാം. ഒരൊറ്റ കാര്യം കൂടി പറയാം. അതായത് ദേശാഭിമാനി തന്നെയുണ്ട്. ഇന്നത്തെ ദേശാഭിമാനിയുടെ 9ാം പേജ്. അതിലെ ചിന്താ ജെറോം അധികാരമേറ്റ ഉടനെ പറയുകയാണ്, ജയിൽവാസം അയോഗ്യതയല്ല ഡിവൈഎഫ്ഐ. അത് വാർത്ത എന്താ അറിയോ? ജനാധിപത്യപരമായ സമരങ്ങളിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി കേസിൽ പ്രതിയാക്കപ്പെടുന്നു എന്നത് സംഘടനയിൽ പ്രവർത്തിക്കുന്നതിനുള്ള അയോഗ്യതയല്ല എന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ചിന്താ ജെറോം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇവരുടെ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ ഇവർ പറയാണ്, ഡിവൈഎഫ്ഐയിലേക്ക് എല്ലാ അക്രമികളും എല്ലാ കൊലപാതകികളും എല്ലാ തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരും കടന്നു വരാം ഡിവൈഎഫ്ഐയിലേക്ക്. കടന്നു വന്നാൽ നിങ്ങൾക്ക് പ്രത്യേക പരിഗണന, ഇതൊന്നും നിങ്ങൾക്ക് അയോഗ്യതയേ അല്ല എന്നാണ് ചിന്താ ജെറോം പറയുന്നത്. അതിനുശേഷം എന്താണെന്നറിയോ? സമരത്തിൽ പങ്കെടുത്തതിനാണ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റായ വി കെ നിഷാദ് ജയിലിലടക്കപ്പെട്ടത്. വി കെ നിഷാദ് എന്ന് പറയുന്ന 1 നമ്പർ ക്രിമിനലിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? വി കെ നിഷാദ് തളിപ്പറമ്പിലെ പോലീസുകാരെ ബോംബെറിഞ്ഞു കൊല്ലാൻ, കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള ശ്രമം അല്ലട്ടോ, ബോംബെറിഞ്ഞ് പോലീസുകാരെ കൊല്ലാൻ നടത്തിയ ശ്രമത്തിന് വിചാരണ കോടതി 20 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട വി കെ നിഷാദ്
ആ VK നിഷാദാണ് ഈ ചിന്താ ജെറോമിന്റെ കൂടെ ഇത്തവണ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമിതി അംഗം. പോരെ, തൃപ്തിയായില്ല ഡിവൈഎഫ്ഐക്കാരി കേട്ട് കോൾമയർ കൊള്ളടോ നിങ്ങളുടെ ഈ പാർട്ടിയുടെ ഈ സംഘടനയുടെ സംസ്ഥാന സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട VK നിഷാദ് ആരാണ്? പോലീസുകാരെ ബോംബെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചതിന് 20 വർഷം തടവിന്, കഠിന തടവിന് 20 വർഷം. അക്കാലത്ത് ഭരിച്ചത് VD സതീശൻ അല്ല കേട്ടോ. ഇക്കഴിഞ്ഞ 3 മാസം കൊണ്ടല്ല കോടതി ഈ രീതിയിൽ ശിക്ഷിച്ചത്. പിണറായി വിജയൻ എല്ലാറ്റിനെയും കൈപ്പിടിയിൽ ഒതുക്കുന്ന പിണറായി വിജയൻ ഭരിച്ചിരുന്ന കാലത്താണ് VK നിഷാദിന് 20 വർഷത്തെ കഠിന തടവ് വിചാരണ കോടതി കൊടുത്തത്. ജയിലിലാണ്. അയാളാണ് സംഘടനയുടെ സംസ്ഥാന സമിതി അംഗം. അതിനെ ന്യായീകരിക്കുകയാണ് ചിന്താ ജെറോം. പറയുകയാണല്ലോ സമരത്തിൽ ഇതാണ് സമരം. ഡിവൈഎഫ്ഐയുടെ സമരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പോലീസുകാരെ ബോംബെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെ സമരം. ആണല്ലോ ഡിവൈഎഫ്ഐക്കാരി. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾ ഡിവൈഎഫ്ഐയിൽ അംഗമാണ് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം പിടിച്ചു പോകുമ്പോ നിങ്ങൾ ഓർമ്മിക്കണം, നിങ്ങളുടെ സംഘടനയിൽ നിങ്ങളുടെ സംസ്ഥാന സമിതി അംഗം പോട്ടെ, നിങ്ങളുടെ പ്രസിഡന്റ് ഇമ്മാതിരി ഒരു സംസ്ഥാന എന്താ പറയാ പ്രസിഡന്റ് ആണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളത് അവിടെ കിടക്കട്ടെ. ആ സംസ്ഥാന സമിതി അംഗം ഏതായാലും ചിന്താ ജെറോം ആരെയും ബോംബെറിഞ്ഞ് കൊല്ലാനൊന്നും പോയിട്ടില്ല കേട്ടോ. ചിന്താ ജെറോം നമ്മുടെ അറിവില് ആരെയും ബോംബെറിഞ്ഞ് കൊല്ലാനൊന്നും പോയിട്ടില്ല. അത്രക്കും നല്ലത്. പക്ഷേ VK നിഷാദ് അയാളെ ന്യായീകരിക്കുകയാണ്. ആ ജയിൽവാസം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കാതിരിക്കാനുള്ള അയോഗ്യതയല്ലെന്നും ചിന്ത പറഞ്ഞു. ദേശാഭിമാനിയിലാണ് വാർത്ത. അതായത് VK നിഷാദ് എന്ന് പറയുന്ന 1 നമ്പർ ക്രിമിനലിനെ ഈ പറയുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാതിരിക്കാനുള്ള ഒരു കാരണവുമില്ല എന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത് ക്രിമിനലുകളുടെ പാർട്ടിയാണ് എന്നുകൂടി ചിന്താ ജെറോം പറഞ്ഞു വെക്കുകയാണ്. ഒരേ തൃപ്തിയായില്ലേ? ഇനിയും ഈ ഡിവൈഎഫ്ഐയിൽ നിങ്ങൾ അംഗമാണ് എങ്കിൽ എനിക്കൊന്നും പറയാനില്ല കേട്ടോ, ഒന്നും പറയാനില്ല. ഉളുപ്പ് വേണ്ടടോ, ഉളുപ്പ്.